അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. ഞാനല്ലേ ഇന്ന് റമദാനൊക്കെ ആയിട്ട് ആദ്യത്തെ നോമ്പാണല്ലോ. അപ്പം ഇന്ന് സ്നാക്സ് ആയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വയ്യ. അങ്ങനെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഒരു 2 സ്നാക്സ് ഉണ്ടാക്കിയെന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ കരുതിയിട്ടായിരുന്നു. ഞാനിതാ ആദ്യം തന്നെ ഒരു എഗ്ഗ് വെച്ചിട്ട് മുട്ട വെച്ചിട്ടൊരു റെസിപ്പി ആട്ടോ ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മീൻസ് ഒരു ഉള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ആകെ 2 പച്ചമുളക് എന്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനാകെ എന്താ പറയുക ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പെരുംജീരകമൊക്കെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇട്ടൊന്നും കൊടുത്തിട്ടില്ല. ഒന്നാമത് എനിക്ക് എന്താ പറയുക വലിയ താല്പര്യമില്ല ഇതിലങ്ങനെ പെരുംജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇതേപോലെ ഞാനൊരു ടീസ്പൂൺ അത്രയൊക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം കൂടുതലായിട്ട് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മുടെ അരിഞ്ഞ മല്ലിയിലയല്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാ ദിവസവും ഓരോ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് റമദാൻ കഴിയുന്നവരെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോ ദിവസവും എന്തൊക്കെ സ്പെഷ്യലാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഒരു വീഡിയോ ആക്കിയിട്ട് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ അത് ഏറെക്കുറെ റെഡി ആയതിനു ശേഷം ഞാൻ പിന്നെ അതിന് വേണ്ട ബാക്കി പരിപാടിയിലോട്ട് നീങ്ങാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിയിലോട്ടൊരു 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. പക്ഷെ മൈദ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതിലേക്ക് മുട്ടൻ്റെ വെള്ളമില്ലേ, ഞാൻ ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുള്ളതിനു ഒരു മുട്ടൻ്റെ വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് മൈദ ആണല്ലോ എടുത്തിട്ടുണ്ടേനെ, അതിൻ്റെ 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ട് കൊടുക്കുക. ഞാനിതിവിടെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതൊക്കെ കൂടി ഞാൻ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിക്കും അല്ല എന്നാൽ നല്ല ലൂസും അല്ല, അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഈ മാവ് കിട്ടേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഏറെക്കുറെ ഈ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടൈമിൽ തന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ടൊക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനിതാ ഈ മുട്ട ഒരു റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പോള പോലെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മേലെ ഈ മുട്ട ഇട്ട് കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ജസ്റ്റ് റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ സംഭവം ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, വീണ്ടും ഞാനിപ്പോഴാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഒന്നാമത് ടൈം സേവിങ് ആണിത്. കാരണം കൂടുതലായിട്ട് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല, വേഗം പണിയും കഴിയും.
ആ ഒരു കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതാ ഇവിടെ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും ഇക്കായ്ക്ക് മാത്രമേ ഉള്ളൂ കഴിക്കാൻ, അതുകൊണ്ട് ചെറുത് മതി വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ചെറിയ പാനിലാട്ടോ ഉണ്ടാക്കുന്നുണ്ടേന്. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫുള്ളൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിലൊക്കെ അടിച്ച ആ ബാറ്ററില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിൻ്റെ മിക്സില്ലേ, ഉള്ളി മല്ലിയില ഒക്കെ ഇട്ടെ ആ മിക്സ് ഇതിൻ്റെ മേലെ കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒന്നങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ അങ്ങനെ കൂടുതലായിട്ട് ഉള്ളി എടുക്കാത്തതാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉള്ളി വേണം കടിക്കണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്കൊന്ന് ഈ ഒരളവിൽ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. കാരണം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ എന്തോ പോലെയാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റൗണ്ടിൽ, ആ മുട്ട ഇതിൻ്റെ മേലെ ഒന്ന് വരിക്കായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങളേതായ എന്താ പറയുക ഡെക്കറേറ്റീവ് ഒരു ഇന്നർ ഡെക്കറേറ്റീവ് ബുദ്ധി ഉണ്ടാവുമല്ലോ എല്ലാവരുടെ ഉള്ളിലും, അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിവിടെ അങ്ങനെ കാര്യമായിട്ട് ഒന്നിലും അല്ല, ഒരു ജസ്റ്റ് ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നു കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിന് എന്തെങ്കിലും മോഡലൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാനിതാ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു മാവിലോട്ട് ഇതൊന്ന് നല്ലോണം ഡിപ്പായി അത് നല്ലോണം ഇതാവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊന്ന് നല്ലോണം ഒന്ന് എന്താ പറയുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്കൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. മല്ലിയില ഓപ്ഷണലാണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇത് ഞാൻ ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതുകൊണ്ടാണ്. അതായത് ഒരു ഭാഗം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഈ മുട്ടൻ്റെ ഭാഗം അടിയിൽ വരുന്ന രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ആദ്യം ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് മറിച്ചിട്ട് മുട്ട അടിയിൽ വരുന്ന പോലെ ഒന്നും കൂടി കുക്ക് ചെയ്യുക. അപ്പം നമ്മുടെ കേക്ക് റെഡിയാവും. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് 2 പലഹാരം സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതില്ലേനു കേട്ടോ. അങ്ങനെ ഇവിടെ സൈഡിൽ മേലത്തെ റൂമിലെ മക്കളെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് റെസിപ്പി വന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് പൊരിച്ചതില്ലേ അതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയിലേക്ക് 5 ടീസ്പൂൺ പഞ്ചസാര ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാലും പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്നെനിക്ക് ഡൗട്ടില്ലാണ്ടില്ല. കാരണം ആ കുട്ടികളുടെ സൗണ്ടിൽ എന്താ പറയുക കേൾക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ആകെ കുറച്ച് പേരല്ലേ എന്ന് കരുതിയിട്ടാണ് വെറും 2 മുട്ട ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇവിടെ ഒരു പാന് എടുത്ത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് ഡാൽഡ. ഇനി ഡാൽഡയിലല്ല ബട്ടറിലാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ഡാൽഡയിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ ബ്രെഡ് പൊരിക്കലുള്ളത്. അതായത് ഇങ്ങനെ ഈ ബ്രെഡ് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പം ഉണ്ടാക്കുന്ന ആ ബ്രെഡ് ഞാനധികവും ഈ ഒരു ഡാൽഡയിൽ തന്നെയാണ് ചെയ്യൽ. അല്ലാണ്ട് ഞാൻ സാധാരണ ബ്രെഡ് മാത്രമൊക്കെ ടോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ മറ്റേ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യലുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഡാൽഡൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായതിനു ശേഷം മുട്ടൻ്റെ മിക്സില്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വേഗം ആവും കേട്ടോ. പിന്നെ തീ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം ഇത് വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊന്നും പിന്നെ ആർക്കും അങ്ങനെ പറഞ്ഞിടേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് ഈ ഒരു ബ്രെഡ് പൊരിച്ച്. സിമ്പിളുമാണ്, എന്നാൽ വേഗം പണിയും കഴിയും.
ഞാനിന്ന് എന്തുണ്ടാക്കണമെന്ന് ചിന്തിച്ചപ്പോഴേ ഞാൻ എൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വന്ന സാധനമാണ് ഓക്കെ ബ്രെഡ് പൊരിച്ചത്. അങ്ങനെ ആ ബ്രെഡ് പൊരിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഒരു 5:15 ഒക്കെ ആയപ്പം ഇവിടെ 5:44 മഗ്‌രിബാങ്ക് വന്നിട്ട്. അപ്പോൾ ഒരു 5:15 ആയപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടേബിളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു കാരക്ക ഞാൻ ഇന്ന് ആദ്യമായിട്ട് പൊട്ടിക്കുകയാണ് ഗൈസ്. ഞാൻ കുറച്ച് മുന്നേ ഉംറക്ക് പോയ ടൈമിൽ അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു ഇത്. അത് കുറച്ചൊക്കെ നാട്ടിലോട്ട് ഉണ്ടായി. പിന്നെ ഈ ഒരു പെട്ടി മാത്രം ഉള്ളതിനു ഇവിടെ. അത് ഈ നോമ്പൊക്കെ ആകുമ്പോൾ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ നിന്നതായിരുന്നു. ഇപ്പം നോമ്പൊക്കെ ആയപ്പം ഞാൻ അതിൻ്റെ ഒരു ക്യാൻഡി ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ റംദാൻ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഈ കാരക്ക കംപ്ലീറ്റ് അല്ല കേട്ടോ, അതിൽ കൊള്ളുന്നത്ര നിറച്ചിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ആ കാരക്കൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് പിന്നെ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴത്തേന് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളിൽ അറേഞ്ച് ചെയ്യുക. പിന്നെ വീഡിയോയും കുറച്ച് എടുക്കണമല്ലോ, അപ്പം എന്തായാലും ടൈം ആവുമല്ലോ എന്ന് കരുതിയിട്ട് 5:30 ആയപ്പോഴത്തേനാണ് ഞാൻ ടേബിളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഇതെന്ത് ജ്യൂസ് ആണ് എന്ന് ചോദിക്കുന്നവരോട് ഇത് ഷമാമാണ് ഗൈസ്. പക്ഷേ അതിൻ്റെ കളർ എന്തോ ഒരു കളറായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ 2 ജ്യൂസ് ഗ്ലാസ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മുട്ടൻ്റെ സാധനമില്ലേ അത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബ്രെഡ് പൊരിച്ചത്. ഈ പാത്രവും ഈ 2 പാത്രങ്ങളും ഞാൻ എൻ്റെ റമദാൻ ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ വാങ്ങിയതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് പച്ചമുന്തിരി, കുറച്ച് മാങ്ങല്ല കേട്ടോ, ഓറഞ്ചും ആപ്പിളും. ഞങ്ങൾ 2 ഉള്ളൂ. ഞങ്ങൾക്ക് ഇതന്നെ ഇവിടെ ബാക്കിയായിരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങനെ കട്ട് ചെയ്ത് വെക്കാനൊന്നും നിന്നിട്ടില്ലേനു കേട്ടോ. പിന്നെ ഇവിടെ ഇക്കാക്ക 2 ബോട്ടിലും കൂടി വെച്ച് അതങ്ങോട്ട് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാണെങ്കിൽ ഞങ്ങളെ ആദ്യത്തെ ഒരുമിച്ചുള്ള റമദാനാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം ഓൾമോസ്റ്റ് 3 years ഒക്കെ കഴിഞ്ഞ്. പക്ഷേ ഇതുവരെ ഞങ്ങളൊരു റമദാൻ പോലും ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഇത് ഞങ്ങളുടെ ആദ്യത്തെ റമദാനായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി സ്പെഷ്യലും ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാനല്ല ഇക്കാക്ക തന്നെ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ടേനു. എന്നാൽ പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ വേഗം കുടിക്കാമല്ലോ അത് കരുതിയിട്ട്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ആളിവിടെ ഈ വെള്ളത്തിൻ്റെ ബോട്ടിലും അതിലും ഇതിലൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഓനക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൻ്റെ വായലുണ്ടാവും 1 മണിക്കൂർ കണ്ടില്ലേ. അപ്പം പിന്നെ ഓനക്ക് ഇതൊന്നും അങ്ങോട്ട് തിന്നാൻ കഴിയൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നിസ്കാരവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ ദോശയും അതേപോലെ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ദോശ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ബാറ്റർ വാങ്ങലാണ്, അതുകൊണ്ട് തന്നെ വേഗം പണിയും കഴിയും. പിന്നെ കുറച്ച് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ കറി ഇക്കാക്ക സ്പെഷ്യലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.